ഈശോയിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുക യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാം തിരുവചനമാണ്. അതിപ്രകാരമാണ്: ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ക്രിസ്തുമസിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ദീപാലങ്കൃതമായ വഴിയോരങ്ങളും ഭവനങ്ങളും നക്ഷത്രങ്ങളും ഒക്കെയാണ്. വെളിച്ചത്തിൻ്റെ ഒരു തിരുനാളാണ് നമുക്ക് ശരിക്കും ക്രിസ്തുമസ് പ്രദാനം ചെയ്യുക. അപ്രകാരം ഇന്നത്തെ വചനം നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ള അന്ധകാരങ്ങൾ സംഭവിക്കാറുണ്ട്. ഇരുട്ടിൻ്റെ വഴികളിൽ നമ്മൾ സഞ്ചരിക്കാറുണ്ട്. ഇരുട്ട് നമ്മുടെ ജീവിതത്തെ ബാധിക്കാറുണ്ട്. പക്ഷേ ഈ ക്രിസ്തുമസ് നമ്മളെ വീണ്ടും ക്ഷണിക്കുകയാണ് പ്രകാശത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാൻ, പ്രകാശത്തിൽ ജീവിക്കാൻ, പ്രകാശം നൽകുന്നവരായി മാറുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഒരു ഇരുളിനും നശിപ്പിക്കാൻ പറ്റാത്ത പ്രകാശമാണ് ഈ ക്രിസ്തുമസിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. അങ്ങനെ നിത്യമായ പ്രകാശമായ തമ്പുരാനെ പുൽക്കൂട്ടിൽ സ്വീകരിക്കുന്നത് പോലെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ തീർച്ചയായും നമ്മളും പ്രകാശത്തിൻ്റെ മക്കളായി മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും പരിശ്രമിക്കാം അന്ധകാരത്തെ നീക്കി പ്രകാശം ധരിക്കുന്നവരായി മാറാൻ. അന്ധകാരത്തിലൂടെ നടക്കുന്നവരായി മാറാൻ വേണ്ടിയിട്ടല്ല നമ്മളെ ദൈവം തെരഞ്ഞെടുത്തതും ദൈവത്തിൻ്റെ കൂടെ നടത്തിയതും. പ്രകാശത്തിൽ നടക്കുന്നവരായി, പ്രകാശത്തിൽ ജീവിക്കുന്നവരായി മാറുവാൻ വേണ്ടിയിട്ടാണ്. അപ്രകാരം പ്രകാശം പരത്തുന്നവരും പ്രകാശത്തിൻ്റെ മക്കളും പ്രകാശം നൽകുന്നവരുമായി മാറുവാൻ വേണ്ടി ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ നമുക്കും പരിശ്രമിക്കാം. നമുക്കും നക്ഷത്രങ്ങളായി മാറാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.